Hello my dear students, all are welcome to my online video session about pneumatic system. This is the second class of pneumatic system. I am Rajin TM, lecturer, Department of Mechanical Engineering, Majlis Polytechnic College. നമ്മൾ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ന്യൂമാറ്റിക് സിസ്റ്റത്തെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ന്യൂമാറ്റിക് സിസ്റ്റത്തിന്റെ അവസാനത്തെ വീഡിയോയും അതേപോലെ തന്നെ സെക്കൻഡ് വീഡിയോവുമാണ് ഈ ഒരു വീഡിയോ. നമുക്കറിയാം, ഗ്യാഷ്യസ് മീഡിയം ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഉപകരണങ്ങളെ ന്യൂമാറ്റിക് ഉപകരണങ്ങൾ എന്ന് പറയാം, ന്യൂമാറ്റിക് ഡിവൈസസ് എന്ന് പറയാം. The pneumatic power is the power that is transmitted by pressurized അല്ലെങ്കിൽ compressed air. Compressed air ഉപയോഗിച്ചുകൊണ്ട് ഒരു ഉപകരണം വർക്ക് ചെയ്യിപ്പിക്കുന്നതിനെ, അല്ലെങ്കിൽ ആ പവർ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു ഉപകരണം വർക്ക് ചെയ്യുന്നതെങ്കിൽ അത്തരം ഉപകരണങ്ങളെ നമുക്ക് എന്ത് പറയാം? ന്യൂമാറ്റിക് ഡിവൈസസ് എന്ന് പറയാൻ. നമ്മൾ ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ആപ്ലിക്കേഷൻസ്, അതുപോലെ തന്നെ അഡ്വാൻറ്റേജസ്, ഡിസ്അഡ്വാൻറ്റേജസ്, കോമ്പണൻസ്, സിസ്റ്റം വർക്കിംഗ്, എയർ ഫിൽട്ടർ, ഫങ്ഷൻസ് വർക്കിംഗ്, എയർ കംപ്രസേഴ്സ്, എന്താണ് എയർ കംപ്രസറിന്റെ ഫങ്ഷൻ, അതിന്റെ വർക്കിംഗ്, റിസർവോയർ, അതുപോലെ തന്നെ ന്യൂമാറ്റിക് കോമ്പണൻസ് ആയിട്ടുള്ള വാൽവുകള്, റിലീഫ് വാൽവുകള്, നോൺ റിലീവിംഗ് വാൽവുകള്, അതിന്റെ വർക്കിംഗ്, ലൂബ്രിക്കേറ്റർ, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് എയർ ലൂബ്രിക്കേറ്റർ, ദെൻ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് FRL യൂണിറ്റ്. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മഫ്ലർ ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഡയറക്ഷൻ കൺട്രോൾ വാൽവുകൾ നമ്മൾ ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ പഠിച്ചിരുന്ന കൺട്രോൾ വാൽവുകൾ തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കുന്നത്. അതായത് ഡയറക്ഷൻ കൺട്രോൾ വാൽവ് നമുക്കറിയാം, ഡയറക്ഷൻ കൺട്രോൾ ഏത് ഡയറക്ഷനിലാണ് നമ്മുടെ ഹൈഡ്രോളിക് സിസ്റ്റത്തിലാണെങ്കിൽ ഫ്ലൂയിഡ് പോകേണ്ടത്, ന്യൂമാറ്റിക് സിസ്റ്റത്തിലാണെങ്കിൽ ഏത് ഡയറക്ഷനിലാണ് എയർ പോയിട്ട് ആക്ച്വേറ്ററിനെ ആക്ച്വേറ്റ് ചെയ്യിക്കേണ്ടത്, അത് ഒരേ ഡിവൈസസ് തന്നെയാണ് ന്യൂമാറ്റിക് സിസ്റ്റത്തിലും ഉപയോഗിക്കുന്നത്. Now a very important topic, pneumatic actuators. Pneumatic actuators can be described in under two groups, that is linear and rotary. നമ്മൾ ഹൈഡ്രോളിക് ആക്ച്വേറ്റേഴ്സിലും ഇതുപോലെ തന്നെയായിരുന്നു. ലീനിയർ ആൻഡ് റോട്ടറി രണ്ട് പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളാണ്, ലീനിയർ ആൻഡ് റോട്ടറി. A linear single acting air cylinders, double acting cylinders. A rotary motion air motor, rotary cylinders, rotary actuators. Air cylinders എന്ന് പറയുമ്പോൾ റെസിപ്രോക്കേറ്റിംഗ് ആണ് അല്ലെങ്കിൽ ലീനിയർ ആണ്. Air cylinders offers a straight line reciprocating motion to mechanical elements. ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. എയർ സിലിണ്ടേഴ്സ് കൺവേർട്ട് പ്രഷർ ഓഫ് എയർ ഇൻ ടു വർക്കിംഗ് ഫോഴ്സ്. എയർ സിലിണ്ടേഴ്സ് കൺവേർട്ട് പ്രഷർ ഓഫ് എയറിന്റെ പ്രഷർ ആണ് അവിടുത്തെ വർക്കിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. എത്രമാത്രം പ്രഷറിലാണോ എയർ വരുന്നത് അതാണ് അവിടുത്തെ വർക്കിംഗ് ഫോഴ്സ്. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺവേർട്ട് ചെയ്യുന്നതും. ദിസ് ഫോഴ്സ് മേ ബി ഒബ്റ്റെയിൻ ലീനിയർ മോഷൻ ത്രൂ പിസ്റ്റൺ റോഡ് എക്സെട്ര, ഓർ ഇറ്റ് മേ കൺവേർട്ട് ഇൻ ടു റോട്ടറി മോഷൻ. അപ്പൊ ഇത് ഈ ഒരു ഫോഴ്സ്, ദിസ് ഫോഴ്സ് മേ ഒബ്റ്റെയിൻ, ആ ഫോഴ്സ് ലീനിയർ മോഷൻ ത്രൂ പിസ്റ്റൺ റോഡിലേക്ക് അതൊരു ലീനിയർ മോഷൻ ആയിട്ടോ അല്ലെങ്കിൽ അത് കൺവേർട്ട് ചെയ്യപ്പെട്ട് റോട്ടറി മോഷൻ ആയിട്ടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാൻ പറ്റും.
The type of air cylinders, depending upon the motion obtained, the first one, rotating and non-rotating. ഏത് മോഷനാണ് കിട്ടുന്നത് അതിനനുസരിച്ച്, ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഓപ്പറേറ്റിംഗ് ലോഡ്, ലൈറ്റ് ഡ്യൂട്ടി ആൻഡ് ഹെവി ഡ്യൂട്ടി, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഓപ്പറേഷൻ, സിംഗിൾ ആക്ടിംഗ് ആൻഡ് ഡബിൾ ആക്ടിംഗ്, ഡിപ്പെൻഡിങ് അപ്പോൺ ദ പിസ്റ്റൺ അറേഞ്ച്മെന്റ്, ടാൻഡം, ഡുപ്ലെക്സ്, സിലിണ്ടർ, ഡബിൾ എൻഡഡ്. Single acting cylinders. In single acting cylinders, air pushes or pulls in one direction only. നമ്മൾ ഹൈഡ്രോളിക് സിസ്റ്റത്തിലും പഠിച്ചതാണിത്. സിംഗിൾ ആക്ടിംഗ് ആണെങ്കിൽ ഒരൊറ്റ ഡയറക്ഷനിലേ എന്ത് ചെയ്യുള്ളൂ, പുഷ് ചെയ്യോ അല്ലെങ്കിൽ പുള്ള് ചെയ്യോ ചെയ്യുന്നുള്ളൂ. ഇൻ സിംഗിൾ ആക്ടിംഗ് സിലിണ്ടേഴ്സ് ഹാവ് വൺ പോർട്ട് only for entry and return passage for compressed air. ഒരൊറ്റ എൻട്രി ഉണ്ടാവുള്ളൂ, അതിലേക്ക് എൻട്രിയും അത് തന്നെയാണ്, എക്സിറ്റും അത് തന്നെയാണ്. The return stroke of the piston is affected by a spring or by application of external force. റിട്ടേൺ സ്ട്രോക്ക് എങ്ങനെയായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് അവിടെ പ്രഷർ കഴിഞ്ഞാൽ ഒന്നെങ്കിൽ സ്പ്രിങ് കൊണ്ട് തിരിച്ചു വരികയും സ്പ്രിങ്ങിന്റെ ഫോഴ്സ് കൊണ്ട് തിരിച്ചു വരിക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ടായിരിക്കും. The stroke length is limited by compressed length of the spring. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരൊറ്റ പോർട്ടേ ഉള്ളൂ, അപ്പൊ ഇതിലൂടെ തന്നെയാണ് എൻട്രിയും ഇതിലൂടെ തന്നെയാണ് എക്സിറ്റും. അപ്പൊ ഇതിലൂടെ എൻട്രി ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും, that pushes the സിലിണ്ടർ, ഇങ്ങോട്ട് പുഷ് ചെയ്യും. സോ സിലിണ്ടർ എന്ത് ചെയ്യും, ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അങ്ങനെ ഇവിടെ എൻഡയർ പോർഷനിൽ നമ്മുടെ എയർ നിറയുകയും ദെൻ ദ റിട്ടേൺ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഇതാണ് പിസ്റ്റൺ റോഡ്. ഇവിടെ നമുക്ക് എന്ത് കിട്ടും, ഒരു ലീനിയർ മോഷൻ ലഭിക്കുകയും ചെയ്യും. ദെൻ അങ്ങനെ അതിന്റെ കംപ്രസ്ഡ് എയറിന്റെ ആ കംപ്രസ് ഫോഴ്സ് നഷ്ടപ്പെടും. കാരണം എന്താണ്, ഇത് ഒരു വർക്ക് അവിടെ നടക്കുകയും ആ വർക്ക് ഈ ഒരു സിലിണ്ടറിൽ കംപ്ലീറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇതിന്റെ പ്രഷർ നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെടുന്ന സമയത്ത് സ്പ്രിംഗ് ഫോഴ്സ് കാരണം തിരിച്ച് റിട്ടേൺ അടിക്കും. റിട്ടേൺ അടിച്ചു കഴിഞ്ഞാൽ സെയിം പാസേജിലൂടെ പുറത്തേക്ക് വരും. അതാണ് സിംഗിൾ ആക്ടിംഗ് സിലിണ്ടേഴ്സ്. In double acting cylinders, the construction principle of double acting cylinders is same to that of single cylinder. However, there is no return spring and two ports are used alternatively as supply and exhaust port. Construction single acting പോലെ തന്നെയാണ്. വ്യത്യാസം എവിടെയാണ്, അവിടെ സിലിണ്ടർ റിട്ടേണിനായിട്ട് സ്പ്രിങ്ങുകളില്ല. ആൻഡ് ടു പോർട്സ് ആർ യൂസ്ഡ് ആൾട്ടർനേറ്റീവ്ലി ആസ് സപ്ലൈ ആൻഡ് എക്സോസ്റ്റ് പോർട്ട്. ഇവിടെയുള്ള വ്യത്യാസം എന്താ, സ്പ്രിങ് ഇല്ല. രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് രണ്ട് പോർട്ട് ഉണ്ടാവും. ഈ രണ്ട് പോർട്ട് ആൾട്ടർനേറ്റീവ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. ആദ്യത്തെ ഒരു പ്രാവശ്യം അത് ഇൻലെറ്റ് ആണെങ്കിൽ അടുത്തത് എക്സോസ്റ്റ് ആവും. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. The double acting cylinders has the advantage that the cylinder is able to carry out work in both direction. നേരത്തെ സിംഗിൾ ഡയറക്ഷൻ ആയിരുന്നെങ്കിൽ ഡബിൾ ആക്ടിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് രണ്ട് ഡയറക്ഷനിലും വർക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാ നോക്കാം.
ഇതാണ് ഡബിൾ ആക്ടിംഗ് സിലിണ്ടേഴ്സിന്റെ ഒരു മാതൃക. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 പോർട്ടുകളുണ്ട്. ഇത് 2 പോർട്ടുകൾ ആദ്യം അത് ഒരു സൈക്കിളിൽ അത് എൻട്രി ആണെങ്കിൽ അടുത്തതിൽ എക്സിറ്റ് ആയിട്ട് മാറും. ഇപ്പൊ ആദ്യം ഒരു ഇൻലെറ്റ് വഴി കയറുകയും ഇവിടെ കംപ്രസ് ആവുകയും പിസ്റ്റണെ കംപ്രസ് ചെയ്യിക്കുകയും ചെയ്യും. പിസ്റ്റണെ കംപ്രസ് ചെയ്യും. സോ പിസ്റ്റൺ ഇങ്ങോട്ട് മൂവ് ചെയ്യുകയും ഇതിലൂടെ ഇവിടെ എത്തുന്ന സമയത്ത് ഇതിലൂടെ റിട്ടേൺ ആവുകയും ചെയ്യും. അപ്പൊ നമുക്ക് ഒരു ലീനിയർ മോഷൻ പിസ്റ്റൺ റോഡിൽ എൻഡിൽ കിട്ടുകയും ചെയ്യും. നെക്സ്റ്റ് ഇത് ഇൻലെറ്റ് ആയിരുന്നെങ്കിൽ നേരെ തിരിച്ചിനി ഇത് ഇൻലെറ്റ് ആവുകയും ഇതിലൂടെ കയറുകയും ഇവിടുന്ന് പിസ്റ്റൺ നേരത്തെ ഇപ്പൊ പിസ്റ്റൺ ഇവിടെയാണുള്ളത്, പിസ്റ്റൺ ഇതിലൂടെ കയറുകയും പിസ്റ്റണെ കംപ്രസ് ചെയ്യുകയും പിസ്റ്റൺ ഇങ്ങോട്ട് മൂവ് ചെയ്യുകയും ചെയ്യും. അപ്പോഴും നമുക്ക് ഇവിടെ ഒരു ലീനിയർ മോഷൻ കിട്ടും. സോ ഇതിലൂടെ എക്സിറ്റ് ആവുകയും ചെയ്യും. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. നമ്മളെ ആവശ്യത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ആക്ച്വേറ്ററിൽ ഇതേപോലുള്ള മൂവ്മെന്റ് കിട്ടിക്കൊണ്ടിരിക്കും. ഇതാണ് ഡബിൾ ആക്ടിംഗ് സിലിണ്ടേഴ്സ്. ലൈറ്റ്, മീഡിയം ആൻഡ് ഹെവി ഡ്യൂട്ടി സിലിണ്ടേഴ്സ്. ലൈറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് ഡിസൈൻ ടു ഓപ്പറേറ്റ് അപ് ടു പ്രഷർ 1 MPa, that is 10 bar. Dia of cylinder bore is സിലിണ്ടർ ബോർ എത്രയായിരിക്കണം? അപ് ടു 100 mm. അപ്പൊ അതിന്റെ വർക്കിംഗ് പ്രഷർ 1 MPa ആയിരിക്കണം. സിലിണ്ടർ ബോർ എന്ന് പറയുന്നത് 100 mm ആയിരിക്കണം. ലൈറ്റ് ഡ്യൂട്ടി എയർ സിലിണ്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഡിസൈൻ ടു ഓപ്പറേറ്റ് അപ് ടു പ്രഷർ 1.5 MPa അല്ലെങ്കിൽ 15 ബാർ. ഡയമീറ്റർ എത്രയായിരിക്കണം? 100 mm to 200 mm. ഹെവി ഡ്യൂട്ടി എയർ സിലിണ്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഡിസൈൻ അപ് ടു 1.5 MPa അല്ലെങ്കിൽ above 15 ബാർ. ഡയമീറ്റർ അപ് ടു 200 mm to 700 mm. അതിന്റെ ഇടയിലായിരിക്കണം സിലിണ്ടറിന്റെ ബോർ. ടാൻഡം സിലിണ്ടേഴ്സ്. എന്താണ് ടാൻഡം സിലിണ്ടേഴ്സ്? ദ ടാൻഡം സിലിണ്ടർ ഇൻകോർപ്പറേറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് two double acting cylinders which have been joined to form a single unit. 2 ഡബിൾ ആക്ടിംഗ് സിലിണ്ടറുകൾ യോജിപ്പിച്ചതുപോലെ ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ ടാൻഡം സിലിണ്ടേഴ്സ് എന്ന് പറയാം. ബൈ ദിസ് അറേഞ്ച്മെന്റ് ആൻഡ് വിത്ത് സൈമൾട്ടേനിയസ് ലോഡിംഗ് ഓഫ് ബോത്ത് പിസ്റ്റൺ, the force of the piston rod is almost double. അപ്പൊ ഇതിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പിസ്റ്റൺ ഒരു 2 ഡബിൾ ആക്ടിംഗ് സിലിണ്ടേഴ്സ് ഒരുമിച്ച് വെച്ചിരിക്കുക. അങ്ങനെ ഒരുമിച്ച് വെച്ചിരിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ദ ഫോഴ്സ് ഓൺ ദ പിസ്റ്റൺ റോഡ് ഈസ് ഓൾമോസ്റ്റ് ഡബിൾ. പിസ്റ്റൺ റോഡിന്റെ മുകളിൽ വരുന്ന ഫോഴ്സ് ഡബിൾ ആവും. This type of design is suitable for such application where a large force is required but the cylinder dia is restricted. അപ്പൊ ഇതൊരു സ്യൂട്ടബിൾ ആവുന്നത് എവിടെയാണ്? ലാർജ് ഫോഴ്സ് ആവശ്യമുള്ളിടത്തിലാണ് സ്യൂട്ടബിൾ ആവുന്നത്. പക്ഷെ അവിടെ സിലിണ്ടർ ഡയ റെസ്ട്രിക്റ്റഡ് ആണ്. The tandem cylinders are 2 separate cylinders whose axes are same and piston are connected to common rod. Tandem cylinders are 2 separate cylinders. 2 separate cylinder തന്നെയാണ്. whose axes are same. Axes same ആണ്. The pistons are connected to a common piston rod. ഇതാണ്. ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 ഡബിൾ ആക്ടിംഗ് സിലിണ്ടേഴ്സ്. ഇപ്പൊ ഇതിനെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും 2 ഡബിൾ ആക്ടിംഗ് സിലിണ്ടേഴ്സ്. ഒരു ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ, അടുത്ത ഡബിൾ ആക്ടിംഗ്, ഇത് രണ്ടും കൂടി ഒരുമിച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ഇതിന്റെ ഒരു നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് പിസ്റ്റൺ റോഡില് ഈ 2 സിലിണ്ടറിന്റെയും കൂടി എഫക്റ്റ് ഒരുമിച്ച് കിട്ടുകയാണ്. അപ്പൊ അത് ഓൾമോസ്റ്റ് ഡബിൾ ആവുകയാണ് ആ എഫക്റ്റ്.
അപ്പോൾ നേരത്തെ പോലെ തന്നെ 2 സിലിണ്ടേഴ്സ് ഡബിൾ സിലിണ്ടർ ഒരുമിച്ച് വെച്ച എഫക്റ്റ്. ഇപ്പോൾ ഇതിൽ ഇതാദ്യം എൻട്രി ആവുകയും പിസ്റ്റൺ 1നെ തള്ളും. പിസ്റ്റൺ 1നെ തള്ളുന്ന അതേ സമയം തന്നെ ഇതിലൂടെ എൻട്രി വരും. അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യും? പിസ്റ്റൺ 2നെയും തള്ളും. ഈ പിസ്റ്റൺ 2നെയും പിസ്റ്റൺ 1നെയും ഒരേ സമയമാണ് തള്ളുന്നത്. അപ്പോൾ ആ പിസ്റ്റൺ റോഡിൽ കിട്ടുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് ബിക്കം ടു ഡബിൾ. ഇവിടെ എത്തുകയും ഇവിടുന്ന് ഇത് എക്സിറ്റ് ആവുകയും ചെയ്യും. ഇവിടുന്ന് എക്സിറ്റ് ആവുകയും ചെയ്യും. അടുത്തത് ഇവിടെ വരുന്ന സമയത്ത് ഇത് എൻട്രി ആവുകയും ഇത് എൻട്രി ആവും. ഈ ലൈൻ എൻട്രി ആവും, ഈ ലൈൻ എൻട്രി ആവും, അതേപോലെ ഈ ലൈൻ എൻട്രി ആവും. ഇത് എക്സിറ്റ് ആവും, ഇത് എക്സിറ്റ് ആവും. സെയിം. ഇത് 2 ഡബിൾ സിലിണ്ടേഴ്സ് ഒരേപോലെ വെച്ചിരിക്കുകയാണ്. അപ്പം പിസ്റ്റൺ റോഡിൽ കിട്ടുന്ന എഫക്റ്റ് ഡബിൾ ആവും. ടാൻഡം സിലിണ്ടേഴ്സ് ഇങ്ങനെയും കൊടുക്കാറുണ്ട്. ടാൻഡം സിലിണ്ടേഴ്സ് രണ്ട് സിലിണ്ടറുകൾ ഒരുമിച്ച് വെച്ച് 2 സിലിണ്ടറുകൾ സെപ്പറേറ്റ് വെച്ചിട്ട് ഒരു പിസ്റ്റൺ റോഡിൽ കണക്ട് ചെയ്യാറുണ്ട്. ഡ്യൂപ്ലെക്സ് സിലിണ്ടർ. കമ്പാരിസൺ ഓഫ് ന്യൂമാറ്റിക്സ് വിത്ത് ഹൈഡ്രോളിക് സിസ്റ്റം. ഹൈഡ്രോളിക് സിസ്റ്റവും ന്യൂമാറ്റിക് സിസ്റ്റവും തമ്മിലുള്ള കമ്പാരിസൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാറി മാറി ചോദിക്കാറുണ്ട്. അപ്പോൾ ഹൈഡ്രോളിക് ഓയിൽ ഈസ് മോർ ഹെവിയർ ദാൻ എയർ, സോ ദ വെയിറ്റ് ഓഫ് ദ സിസ്റ്റം ഈസ് ഹൈ. ഹൈഡ്രോളിക് ഓയിൽ സ്വാഭാവികമാണ്. ഹൈഡ്രോളിക് ഓയിൽ ഈസ് മോർ ഹെവിയർ ദാൻ എയർ. എയറിനേക്കാൾ ഹെവിയർ ആണ് ഓയിൽ. സോ ദ സിസ്റ്റം വെയിറ്റ് നോക്കുന്ന സമയത്ത് ഹൈഡ്രോളിക് സിസ്റ്റത്തിനാണ് വെയിറ്റ് കൂടുതൽ. ദ ഹൈഡ്രോളിക് ലിക്വിഡ് എക്സിബിറ്റ് ഗ്രേറ്റർ വിസ്കോസിറ്റി ദാൻ എയർ. ഗ്യാസ് അല്ലെങ്കിൽ എയർ. ഹൈഡ്രോളിക് ലിക്വിഡിന് വിസ്കോസിറ്റി കൂടുതലാണ് compared to gas. The result in large frictional pressure and power losses. അതുകൊണ്ട് തന്നെ ഫ്രിക്ഷണൽ പ്രഷർ കൂടുകയും പവർ ലോസ് ഉണ്ടാവുകയും ചെയ്യും. The hydraulic system require reservoir, but pneumatic system air which is exhausted directly to the atmosphere. നമുക്കറിയാം ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സർക്യൂട്ടാണ്. നമ്മളെ റിസർവോയറിൽ നിന്ന് നമ്മൾ പമ്പ് വഴി ഫ്ലൂയിഡ് എടുക്കുകയും അത് നമ്മളെ വാൽവ് വഴി ആക്ച്വേറ്ററിൽ എത്തുകയും ആക്ച്വേറ്ററിൽ നിന്ന് നമുക്ക് ആവശ്യമായ മെക്കാനിക്കൽ വർക്ക് ആയതിനു ശേഷം തിരിച്ചത് റിസർവോയറിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ ഒരു ക്ലോസ്ഡ് സിസ്റ്റമാണ്. പക്ഷേ നമ്മുടെ ന്യൂമാറ്റിക് സിസ്റ്റത്തില് എയറിനെ കംപ്രസ് ചെയ്തെടുക്കുകയും കംപ്രസർ ഉപയോഗിച്ച് കംപ്രസ് ചെയ്തെടുക്കുകയും അതിനെ സ്റ്റോർ ചെയ്യുകയും നമുക്ക് ആവശ്യമായിട്ടുള്ള ആക്ച്വേറ്ററിലേക്ക് വാൽവുകൾ വഴി വിടുന്നു. അങ്ങനെ ആക്ച്വേറ്റ് ആയിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ തിരിച്ചയക്കുകയാണ് ചെയ്യുന്നത്. അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് മഫ്ലറിലൂടെ. less expensive. Hydraulic system less expensive. Pneumatic system less expensive ആണ്. Due to compressibility of air, it is impossible to obtain precise. Compressibility ആയതുകൊണ്ട് തന്നെ ഒരു പ്രിസൈസ് ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. വളരെ പ്രിസൈസ് ആയിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഹൈഡ്രോളിക് സിസ്റ്റം ഈസ് നോട്ട് യൂസ് ഇൻ ഹൈ പ്രഷർ ഡിവൈസസ് വേർ ആസ് ദ എയർ സിസ്റ്റം ഈസ് യൂസ്ഡ് ബോത്ത് ഹൈ പ്രഷർ ആൻഡ് ലോ പ്രഷർ യൂണിറ്റ്. ഹൈഡ്രോളിക് സിസ്റ്റം നമുക്കൊരു ഹൈ പ്രഷർ യൂണിറ്റിലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. എന്നാൽ ഹൈ പ്രഷറിലും ലോ പ്രഷറിലും നമുക്ക് ന്യൂമാറ്റിക് സിസ്റ്റം ഉപയോഗിക്കാൻ പറ്റും. നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഹൈഡ്രോ ന്യൂമാറ്റിക് സിസ്റ്റം. നമ്മൾ ഹൈഡ്രോളിക് സിസ്റ്റം പഠിച്ചു, ന്യൂമാറ്റിക് സിസ്റ്റം പഠിച്ചു. ഇനി ഇതിന്റെ രണ്ടും കൂടി കമ്പൈൻഡ് ആയിട്ട് ഹൈഡ്രോ ന്യൂമാറ്റിക് സിസ്റ്റം വരുന്ന ഡിവൈസസുകളുണ്ട്. അതെന്താ നോക്കാം. ദ മെഷീൻ എലമെന്റ്സ് ഇൻ ദ കമ്പൈൻഡ് യൂണിറ്റ് കൺസിസ്റ്റ് ഓഫ് എ പെയർ ഓഫ് സിലിണ്ടേഴ്സ് സെർവ്സ് ആസ് എ ന്യൂമാറ്റിക് സിലിണ്ടർ. When the pneumatic cylinder is a power unit and hydraulic cylinder serves as a check unit. The
combined unit is commonly known as hydropneumatic unit. ഒരു മെഷീൻ എലമെന്റ് ഇൻ കമ്പൈൻഡ് യൂണിറ്റ്, മെഷീൻ എലമെന്റിൽ കമ്പൈൻഡ് യൂണിറ്റ് ഹൈഡ്രോളിക്കും ന്യൂമാറ്റിക്കും. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പെയർ ഓഫ് സിലിണ്ടേഴ്സ് സെർവ്സ് ആസ് എ ന്യൂമാറ്റിക് സിലിണ്ടേഴ്സ്. വെൻ ന്യൂമാറ്റിക് സിലിണ്ടർ ഈസ് എ പവർ യൂണിറ്റ്, ന്യൂമാറ്റിക് സിലിണ്ടർ ആണ് അതിലെ പവർ യൂണിറ്റ്, പവർ കൊടുക്കുന്നത്. ബട്ട് ദ ഹൈഡ്രോളിക് സിലിണ്ടർ സെർവ്സ് ആസ് എ ചെക്ക് യൂണിറ്റ്. ഹൈഡ്രോളിക് സിലിണ്ടർ അവിടെ ഒരു ചെക്ക് യൂണിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ രണ്ട് യൂണിറ്റ് കൂടി ഒരുമിച്ച് കമ്പൈൻഡ് ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ ഹൈഡ്രോ ന്യൂമാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. ദ എയർ ഇൻ ദ കമ്പൈൻഡ് യൂണിറ്റ് പ്രൊവൈഡ്സ് ദ പവർ ആൻഡ് ഓയിൽ ആക്ട് ആസ് എ മീൻ ഓഫ് കൺട്രോൾ. നേരത്തെ സൂചിപ്പിച്ചതാണ്. ഇവിടെ എയർ യൂണിറ്റ് ആണ് പവർ യൂണിറ്റ് ആയിട്ട് വരുന്നത്. ഓയില് അല്ലെങ്കിൽ ഹൈഡ്രോളിക്സ് ഇവിടെ ഒരു കൺട്രോൾ യൂണിറ്റ് ആയിട്ട് മാറുകയും ചെയ്യും. എയർ ഓയിൽ റിസർവോയർ, അതിന്റെ പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് ആണ് എയർ ഓയിൽ റിസർവോയർ. ഇൻ എയർ ഓയിൽ റിസർവോയർ എ ഗിവൺ എയർ പ്രഷർ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഈക്വലന്റ് ഹൈഡ്രോളിക് പ്രഷർ. It is cylinder piston arrangement. When air is applied to piston, it moves displacing an equal amount of oil at a force equal to pressure multiplied by area. It is സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റ്. എയർ ഓയിൽ റിസർവോയർ എന്ന് പറയുന്ന ഒരു പിസ്റ്റൺ സിലിണ്ടർ, അവിടെ എയറിനെയും ഓയിലിനെയും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. അത്തരത്തിലുള്ള ഒരു യൂണിറ്റ് ആണ്. അതൊരു സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റ് ആണ്. വെൻ എയർ പ്രഷർ ഈസ് അപ്ലൈഡ് ടു പിസ്റ്റൺ, എയർ പ്രഷർ പിസ്റ്റന്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇറ്റ് മൂവ്സ് ഡിസ്പ്ലേസിംഗ് ഈസ് ഈക്വൽ എമൗണ്ട് ഓഫ് ഫോഴ്സ് ദാറ്റ്, അതിന്റെ ഏരിയയ്ക്ക് അനുസരിച്ചുകൊണ്ട് അത് എത്രയാണോ ഫോഴ്സ് വന്നത് അത്രയും പ്രഷറിൽ when air pressure is applied to piston, it moves displacing equal amount of oil. ഒരു എയർ ഫോഴ്സ് വന്ന് പിസ്റ്റന്റെ മുകളിൽ വന്ന് വരികയാണെങ്കിൽ ആ പ്രഷറിന് ആനുപാതികമായിട്ട് ഓയിലിനെ ഡിസ്പ്ലേസ് ചെയ്യും. The comparison of hydraulic, pneumatic and pneumatic system. അപ്പോൾ കമ്പാരിസൺ ഹൈഡ്രോളിക് ഒരു ഇതിൽ ഹൈഡ്രോ ന്യൂമാറ്റിക് സിസ്റ്റം ആണ്, ഒന്നില് ഹൈഡ്രോളിക് സിസ്റ്റം ആണ്, ഒന്നില് ന്യൂമാറ്റിക് സിസ്റ്റം ആണ്. ഇതിന്റെ കമ്പാരിസൺ. റെസിസ്റ്റൻസ് ടു ഫ്ലക്ച്വേറ്റിംഗ് ലോഡ്. ഹൈഡ്രോ ന്യൂമാറ്റിക് സിസ്റ്റത്തില് റെസിസ്റ്റൻസ് ടു ഫ്ലക്ച്വേറ്റിംഗ് ലോഡ്, നോ റെസിസ്റ്റൻസ് ടു ഫ്ലക്ച്വേറ്റിംഗ് ലോഡ്. ഹൈ സ്പീഡ് ഇസ് പോസിബിൾ. ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ speed is always limited. Very high speed is possible. Suitable for feed movement in machine tool application. Very suitable for feed movement in machine tool application. Unsuitable, അവിടെ സ്യൂട്ട് ആവില്ല. ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ അൺസ്യൂട്ടബിൾ ഫോർ ഫീഡ് മൂവ്മെന്റ്. നമ്മൾ ഡെപ്ത് കൊടുക്കുന്ന മൂവ്മെന്റ് ആണ് ഫീഡ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഡെപ്ത് കൊടുക്കുന്ന മൂവ്മെന്റ് ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ applicable അല്ല. Suitable for low operating pressure. Operating pressure may be from low to very high. Operating pressure is generally 6 bar. Uses air as operating fluid, oil as check unit. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. only oil, ഇവിടെ ആകുമ്പോൾ only air. No hydraulic pump is necessary. Hydraulic pump ആവശ്യമില്ല. Pump is necessary. Does not arise. പമ്പ് ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ പമ്പ് ആവശ്യമില്ല. Air supply is needed. Does not arise. ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ എയർ സപ്ലൈ is necessary. System is rigidity is needed. System rigidity is good. Rigidity is poor. Very low operating cost.
moderate operating cost, very low operating cost. സിമ്പിൾ മെയിൻ്റനൻസ്, സിമ്പിൾ ഇതിൽ എല്ലാത്തിലും മെയിൻ്റനൻസ് വളരെ എളുപ്പമാണ്. വെയിറ്റ് ടു പ്രഷർ റേഷ്യോ ഈസ് ലാർജ്, വെയിറ്റ് ടു പ്രഷർ റേഷ്യോ ഈസ് സ്മോൾ, വെയിറ്റ് ടു pressure ratio is large. Cylinder cushioning is required. Cylinder cushioning may be or may not be required. Cylinder cushioning is not required. Advantages of hydro-pneumatic system. It possesses advantages of both hydraulic and pneumatic system. ഇതിന്റെ പ്രത്യേകത എന്താ? ഹൈഡ്രോളിക് സിസ്റ്റത്തിന് എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ടോ അതും ന്യൂമാറ്റിക് സിസ്റ്റത്തിന് എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ടോ അതും ഇതിൽ ഉപയോഗിക്കാം. കോൺസ്റ്റന്റ് സ്പീഡ് ക്യാൻ ബി മെയിൻറ്റെയിൻഡ്. കോൺസ്റ്റന്റ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യിക്കുന്നു. പൊസസസ് ഹൈ സ്പീഡ്. ഇറ്റ് റിക്വയർഡ് നോ പമ്പ്. സിസ്റ്റം റിജിഡിറ്റി ഈസ് ഗുഡ്. വെരി ലോ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. suitable for feed movement. Simple maintenance. Overall cost is low. These are the advantages. Application: automobile elevators, high pressure clamping devices, press work, milling machine, induction heating equipments, molding machines, remote control in mining, heat treatment plants. These are the applications of hydro pneumatic system. So നമ്മുടെ നാലാമത്തെ മൊഡ്യൂളില് ഇനി ന്യൂമാറ്റിക് സർക്യൂട്ട്സ് ഉണ്ട്. അത് ഞാൻ അടുത്തൊരു സെഷനിൽ എടുക്കുന്നതാണ്. അപ്പൊ നാലാമത്തെ മൊഡ്യൂള് ഈ ഇത്രയും ടോപ്പിക്കുകളാണ് ഉള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോയും കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ താങ്ക് യു.